ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ മരുഭൂമിയിലെ ദൈവശബ്ദം എന്ന ഈ TV പ്രോഗ്രാമിലൂടെ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുവാൻ കർത്താവ് സഹായിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ലോക സംഭവങ്ങൾ, യുദ്ധങ്ങളെയും യുദ്ധത്തിൻ്റെ സ്തുതികളെയും നാം കേൾക്കുകയാണ്. ഭയപ്പാടോടുകൂടെ ആശങ്കയോടുകൂടെ ജനമായിരിക്കുകയാണ്. അടുത്ത നിമിഷം എന്തു സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഒരു പുതിയ മാസത്തിൽ നാം കാലെടുത്ത് വയ്ക്കുമ്പോൾ പല പ്രതീക്ഷകളോടുകൂടെ ജീവിത യാത്ര ആരംഭിച്ചവർ ഇന്ന് പല പ്രതികൂലത്തിൻ്റെ നടുവിൽ ആയിരിക്കുകയാണ്. ഒരു ജീവിതകാലം മുഴുവനും പഠിച്ച് ജോലി ചെയ്ത് ജോലിക്ക് പോയവർക്ക് പോകാൻ പറ്റിയില്ല, ചിലർക്ക് മടങ്ങി വരുവാൻ കഴിയുന്നില്ല. യെരുശലേമിൽ യുദ്ധം, ഇസ്രായേലിൽ യുദ്ധം, അറബ് രാജ്യങ്ങളിൽ വലിയ ഭീഷണികൾ, എപ്പം എവിടെ എന്തു സംഭവിക്കുമെന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ നാം ആയിരിക്കുമ്പോൾ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. വളരെ പ്രയോജനപ്പെടുന്ന ഒരു ദൈവിക ചിന്തയിലേക്ക് കടന്നു വരാം. പഴയ നിയമത്തിൽ സക്കറിയ എന്ന പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന ഒരു മനോഹരമായ വാക്യം. സക്കറിയ പ്രവചന പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീ മതിലായിരിക്കും. ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും. ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും. ഈ കാലഘട്ടത്തെക്കുറിച്ച് നാം പഠിച്ചാൽ, ഇസ്രായേൽ ജനം നെബൂഖദ്നേസർ എന്ന് പറയുന്ന ബാബിലോണിയ രാജാവിൻ്റെ കാലഘട്ടത്തിൽ BC 586 പ്രവാസത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. ദാനിയേൽ, എസെക്കിയേൽ എന്ന് പറയുന്ന ശക്തന്മാരായ പ്രവാചകന്മാരെ പിടിച്ചുകൊണ്ട് ബാബിലോൺ സാമ്രാജ്യത്തിലേക്ക് പോയി 70 സംവത്സരം ഇസ്രായേൽ ജനം ബാബിലോൺ ദേശത്തായിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ശലോമോൻ രാജാവിനെ കൊണ്ട് പണിയപ്പെട്ട മനോഹരമായ ആലയം തീക്കിരയാക്കപ്പെട്ടു, അത് ചുട്ട് നശിപ്പിക്കപ്പെട്ടു. യെരുശലേം മതിലുള്ളതായ ഒരു പട്ടണം, അതിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. നെഹെമ്യാവിൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനത്തെ നോക്കി ആ യെരുശലേമിൻ്റെ അവസ്ഥയെക്കുറിച്ച് നെഹെമ്യാവ് ചോദിച്ചു. നെഹെമ്യാവിന് മനസ്സിലായി, യെരുശലേം മതിലില്ലാത്ത പട്ടണമായി കിടക്കുകയാണ്. അതിന് ചുറ്റുമതിൽ ഇടിഞ്ഞും അവിടെ ശേഷിക്കുന്നതായ ജനം വലിയ കഷ്ടതയും ഞെരുക്കവും അനുഭവിക്കുന്നു എന്ന് കേട്ടപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പാനപാത്രക്കാരനായിരുന്ന നെഹെമ്യാവ് ഉപവസിക്കുകയും കരയുകയും ദൈവത്തോട്, ഞാനും ഞങ്ങളുടെ പിതൃഭവനവും യഹോവേ അങ്ങയ്ക്ക് അരിഷ്ടമായത് ചെയ്തതുകൊണ്ട് ഞങ്ങളുടെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് നെഹെമ്യാവിനെ എഴുന്നേൽപ്പിച്ച് മതിൽ പണിയുവാനിടയായി. അതിനുശേഷം ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണി കാലങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുമ്പോൾ സെരുബ്ബാബേൽ എന്ന് പറയുന്ന ആമേൻ ദൈവത്തിൻ്റെ അഭിഷിക്തനെ ദൈവം തിരഞ്ഞെടുത്തിട്ട് ആലയപ്പണി ആരംഭിച്ചു. എന്നാൽ വലിയ പ്രതികൂലങ്ങൾ, തടസ്സങ്ങൾ, മതിൽ പണി തടസ്സപ്പെടുമ്പോൾ പ്രവാചകനായ സക്കറിയാവിനെ, യൗവനക്കാരനെ ദൈവം എഴുന്നേൽപ്പിച്ച് 8 വെളിപ്പാടുകൾ, ദർശനങ്ങളെ ദൈവം നൽകി. ആ ദർശനത്തോട് ദൈവത്തിൻ്റെ ദൂതുകളെ ദൈവം പറയുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ നടുവിൽ നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുന്നവനാണ്. പ്രവചനങ്ങളെ തുച്ഛീകരിക്കരുത്. കള്ളപ്രവചനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉള്ളത് കൊണ്ടാണ് പലർക്കും നല്ല പ്രവചനങ്ങളെയും പ്രവാചകന്മാരെയും തിരിച്ചറിയുവാൻ കഴിയാതെ പോയത്. അന്നത്തെ പ്രവാചകന്മാർ ദൈവം പറയുന്ന ദൈവത്തിൻ്റെ ശബ്ദമായവർ മാറി. അന്നും കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു. എന്നാൽ സക്കറിയാവ് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്ന ഒരു നല്ല പ്രവാചകനായിരുന്നു. ഈ പകൽക്കാലം നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. നമ്മുടെ കുടുംബത്തെ നോക്കി ദൈവം പ്രവചിക്കും. വരുവാനുള്ള കാലഘട്ടത്തിൽ നടക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. പ്രവചനം പാപത്തെ ഉണർത്തുന്നതാണ്. പ്രവചനം ജനത്തെ ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതാണ്. പ്രവചന ശബ്ദം തകർന്നു പോയതിനെ പണിയുവാൻ നമ്മെ ശക്തീകരിക്കുന്നതാണ്.
ദൈവം ആരംഭിച്ച നല്ല പണി അത് പൂർത്തീകരിക്കണമെന്നുള്ള ആഗ്രഹത്തോട് വെളിപ്പെടുന്നതാണ് പ്രവചന ശബ്ദം. ശഖരിയാവ് പറയുകയാണ്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാലത്രേ. സെരുബ്ബാബേലേ, നിൻ്റെ കയ്യിലുള്ള ആ തൂക്കുചരട് ദൈവം കാണുന്നു. ഏത് കൈകൾ ഈ യെരൂശലേമിലെ ദൈവാലയത്തിന് അടിസ്ഥാനമിട്ടു, അതേ കൈകൾ കൊണ്ട് ദൈവം പണി തീർക്കുമെന്നുള്ള ശബ്ദം പറയുവാനിടയായി. 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നാം വായിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ യെരൂശലേമിന് ചുറ്റും തീ മതിലായി ഇരുന്ന് അതിൻ്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തും. അതേ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തെ ചുറ്റും ദൈവത്തിൻ്റെ തീമതിൽ വെളിപ്പെടട്ടെ. നമ്മുടെ തലമുറകളെ ചുറ്റും ദൈവത്തിൻ്റെ തീമതിൽ വെളിപ്പെടണം. നമ്മുടെ വാഹനം, നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറകൾ ദേശത്തിലായിരിക്കുന്ന മേഖലകളിൽ, നമ്മുടെ രാജ്യം, നമ്മുടെ പട്ടണത്തെ ചുള്ള ദൈവത്തിൻ്റെ തീമതിൽ ഉണ്ടാകണം, സംരക്ഷണം ഉണ്ടാകണം. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. സാത്താൻ പറയുകയാണ് യോബിനെ നോക്കി, ദൈവത്തെ നോക്കി, നീ അവനെയും അവൻ്റെ വീട്ടിനെയും അവനുള്ളതൊക്കെയും ചുറ്റി വേലി കെട്ടിയിരിക്കുകയാണ്. ദൈവ സംരക്ഷണമുള്ള ഒരു സ്ഥലത്തും ഒരു അന്ധകാര ശക്തിക്കും കടക്കുവാൻ കഴിയത്തില്ല. ഒരുപക്ഷെ പട്ടാളക്കാരാണ് നമ്മളെ കാവൽ കാക്കുന്നതെങ്കിൽ അന്ധകാര ശക്തിക്ക് അതിനെ കടന്നു വരുവാൻ കഴിയും. ശത്രു എന്ന തീയ അമ്പുകൾക്ക് അതിനെ കടന്നു വരുവാൻ കഴിയും. രോഗശക്തികൾക്ക് കടന്നു വരുവാൻ കഴിയും. അസൂയയ്ക്കും മന്ത്രവാദത്തിനും ആഭിചാരത്തിനുമെല്ലാം ആ മതിൽ കടന്ന് കയറി വരുവാൻ കഴിയും. എന്നാൽ നമ്മെ കാക്കുന്നത് പട്ടാളമല്ല, നമ്മെ കാക്കുന്നത് മിലിറ്ററിയല്ല, ദൈവത്തിൻ്റെ കാവലാണ്. ദൈവം തീ മതിലായിരുന്നാൽ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഏതേൻ പൂങ്കാവനത്തിലായിരുന്ന ആദാമും ഹവ്വയും ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞ ശേഷം ദൈവം ആ ഏതേൻ തോട്ടത്തെ കാവൽ കാക്കുവാൻ കേറുവിള ആക്കി ഇന്ന് വരെയും ഒരു ശക്തിക്കും അതിൻ്റെ അകത്ത് കടക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കുവാൻ കഴിയത്തില്ല. ആർക്കും തുറക്കുവാൻ കഴിയാത്തവണ്ണം അടയ്ക്കുന്നവനായ ദൈവം ഈ പകൽക്കാലം നമുക്ക് വേണ്ടി ചിലത് ചെയ്യട്ടെ. ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി പണിയുന്ന മതിലാണ്. വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ 3 വിധമായ മതിലുകളെ നമുക്ക് കാണുവാൻ കഴിയും. 1-ാമത്തെ മതിൽ ശത്രു നമുക്ക് എതിരെ പണിയുന്ന മതിൽ. 2 മനുഷ്യരാൽ പണിയപ്പെടുന്ന മതിൽ. 3 ദൈവത്താൽ പണിയപ്പെടുന്ന മതിൽ. ഈ 3 വിഷയങ്ങളെയും അല്പനേരം ചിന്തിച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1-ാമത്, മനുഷ്യർ, ശത്രുക്കൾ അല്ലെങ്കിൽ നമ്മെ പകയ്ക്കുന്നവർ നമുക്കെതിരെ മതിൽ പണിയുന്നു. എന്തിനാണ്? നമ്മുടെ വളർച്ച തടുക്കുവാൻ, നമുക്ക് ഭയമുണ്ടാകുവാൻ, നമ്മുടെ ഡെസ്റ്റിനിയിൽ നമുക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ നാം എത്തിപ്പെടാതിരിക്കുവാൻ, നമുക്ക് അധൈര്യമുണ്ടാകുവാൻ, നമ്മുടെ കുടുംബം ലക്ഷ്യത്തിലേക്ക് വരാതിരിക്കേണ്ടതിന് ശത്രുക്കൾ മതിൽ പണിയുന്നു. ചിലപ്പോൾ നാം ചോദിക്കാം, ഇങ്ങനെയുണ്ടോ പാസ്റ്ററെ, ശത്രുക്കൾ മതിൽ പണിയുന്നുണ്ടോ? വായിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം, യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, ഉറവയുടെ നടുവേ അവൻ ഫലപ്രദമായ വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ. ഏതാ ഈ മതില്? മുന്തിരിത്തോട്ടത്തിൽ ആരെങ്കിലും മതിൽ കെട്ടുന്നത് കണ്ടിട്ടുണ്ടോ? മുന്തിരിത്തോട്ടത്തിൽ ആ മുന്തിരിവള്ളികൾ പടരുവാൻ പന്തലിട്ട് കൊടുക്കും, അതിൽ പടരണം. എന്നാൽ ജോസഫ് ഫലവത്തായ ഒരു മുന്തിരിവള്ളി എന്ന് കണ്ടിട്ട് അതിൻ്റെ വളർച്ചയെ തടുക്കുവാൻ മതിൽ കെട്ടി ജനം മറച്ചു. ആരായി മതിൽ കെട്ടിയത്? നാം ആഴമായി ചിന്തിച്ചാൽ സ്വന്തം കൂടപ്പിറപ്പുകളായ സഹോദരന്മാർ അസൂയ കൊണ്ട് അവന് വേണ്ടി കുഴിവൊരുക്കി അവൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി അവൻ ചെന്ന സ്ഥലത്തെല്ലാം അവൻ്റെ വളർച്ചയെ, അവൻ്റെ ദർശനത്തെ തകർക്കുവാൻ മതിലുകൾ പണിതു. എന്നാൽ അവിടെ എന്താണ് പറയപ്പെടുന്നത്? യോസേഫ് ഫലവത്തായ മുന്തിരി വള്ളി,
അതിൻ്റെ കൊമ്പുകൾ ആ മതിലിന്മേൽ പടരും. പ്രിയപ്പെട്ടവരെ, തടസ്സങ്ങളായി നിൽക്കുന്നതിനെ അതിജീവിക്കുന്നവരാണ് ദൈവ പൈതൽ. നാം ജയം പ്രാപിക്കണം. നമുക്ക് ജയം നൽകുവാൻ നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ 2 കൊരിന്ത്യരുടെ ലേഖനം 10-4 അപ്പോസ്തലനായ പൗലോസ് സഭയെ നോക്കി പ്രകാരം പറയുകയാണ്. നമ്മുടെ അവൻ വായിക്കാം. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവൻ പടയനിമിത്തിൽ നാം കാണുമ്പോൾ ദൈവജനമായ ഇസ്രായേൽ മരുഭൂമിയിൽ യാത്ര ചെയ്തു വരുമ്പോൾ അവർക്ക് വേണ്ടി ദൈവം ചെങ്കടലിനെ വിഭാജിച്ചു. അവർക്ക് മന്ന ദൈവം നൽകി, കാടപ്പക്ഷികളെ ദൈവം നൽകി, തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം ദൈവം പുറപ്പെടുവിച്ചു. യാത്ര ചെയ്തു വരുന്ന ജനം 40 വർഷത്തിൽ അനുസരണം കെട്ടവരായി മോശയ്ക്ക് വിരോധമായി പിറുപിറുത്തത് കൊണ്ട് പലരും മരണമടഞ്ഞു. എന്നാൽ ഒരു യോശുവയെയും കാലേബിനെയും ദൈവം തിരഞ്ഞെടുക്കുകയാണ്. അവർ വിശ്വസ്തമായ ദൈവത്തെ സേവിച്ചു. ഒരു പുതിയ തലമുറ എഴുന്നേറ്റു. ഇപ്പോൾ അവർ തങ്ങളുടെ വാഗ്ദത്തം കൈവശമാക്കുവാൻ കടന്നു വരുമ്പോൾ, വാഗ്ദത്തം എന്ന് പറയുന്ന പാലും തേനും ഒഴുകുന്ന ദേശം അവരുടെ കണ്ണിന് മുൻപായി ഉണ്ട്. ദൈവം പറഞ്ഞ ഓരോ വാഗ്ദത്തങ്ങളും ദൂതുകളും തങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ്. എന്നാൽ അതിനെ അവകാശമാക്കുവാൻ കഴിയാതെ വണ്ണം അതിൻ്റെ മുൻപിൽ തടസ്സമായി ഒരു മതിൽ പണിയപ്പെട്ടിരിക്കുകയാണ്. വർഷങ്ങളെടുത്ത് പണിത മതിൽ, 1 അല്ല 2 മതിലുകൾ, തേരുകൾ ഓടത്തക്ക നിലയിൽ വിസ്തീർണത്തിൽ പണിയപ്പെട്ടിരിക്കുന്നതായ മതിൽ. ആ കോട്ടയെ തകർക്കുവാൻ അവർക്ക് കഴിയത്തില്ല. ആ മതിലിൻ്റെ പേരാണ് യെരികോ എന്ന മതിൽ. 2 മതിലുകൾ ആ പട്ടണത്തിന് മുൻപും പുറകുമായി പണിയപ്പെട്ട് ആരെക്കൊണ്ടും അതിൻ്റെ അകത്ത് കിടക്കുവാൻ കഴിയാതെ അടഞ്ഞു കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വാക്തത്വമുള്ളവരാണോ നാം? ദൈവം പറഞ്ഞ ദൂതുകളും ആലോചനകളും നമ്മുടെ മുൻപിലുണ്ടോ? എന്നാൽ അതിനെ അവകാശമാക്കുവാൻ കഴിയാതെ വണ്ണം ഏതോ ഒരു മേഖലയിൽ നാം തടസ്സപ്പെട്ട് കിടക്കുകയാണോ? ഇസ്രായേൽ ജനത്തെ നോക്കി കർത്താവ് ഇങ്ങനെ പറഞ്ഞു. എബ്രായർ ലേഖനം 11-ാം നാം വായിക്കുമ്പോൾ, വിശ്വാസത്താൽ അവർ യെരികോ എന്ന മതിലിനെ തകർത്തു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേൽ ദൈവം നൽകിയിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്താണ്? യോശുവയെ നോക്കി കർത്താവ് പറഞ്ഞു, നീ 7 ദിവസം ആ മതിലിനെ ചുറ്റണം, 6 ദിവസം ഓരോ വട്ടം. എന്നാൽ 7ാമത്തെ ദിവസമാകുമ്പോൾ 7 പ്രാവശ്യം ചുറ്റണം. 7 പ്രാവശ്യം വരുമ്പോൾ 7ാമത്തെ പ്രാവശ്യം സ്തുതിക്കുവാൻ, ആർപ്പിടുവാൻ ജനത്തോട് പറയണം. ആമേൻ, ഹല്ലേലൂയ. സ്തുതിയാൽ, ആരാധനയാൽ മതിലുകൾ തകർക്കപ്പെട്ടു. അതേ, അപ്പോസ്തലനായ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് കാരാഗൃഹത്തിൽ അടച്ചപ്പോൾ അവർ അർത്ഥപ്രാണരായി കിടക്കുന്നു. കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ജയിൽ അകത്ത് കിടക്കുന്നു. പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം വലിയ മതിലുകളുണ്ട്. എന്നാൽ അർദ്ധരാത്രിയായപ്പോൾ അവർ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ പ്രതികൂലമായി നിന്ന മതിലുകൾ തകർന്നു വീണു. ഈ പകൽക്കാലം ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അടങ്ങിയിരിക്കരുത്. ആരാധിക്കുവാൻ തുടങ്ങണം. ആത്മാവിൽ ആരാധിക്കണം. അന്യഭാഷകൾ സംസാരിച്ച് ആരാധിക്കണം. ആത്മാവിൽ പാടണം, ആത്മാവിൽ സ്തുതിക്കണം, പ്രാർത്ഥിക്കണം. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകമല്ല. കോട്ടകളെ ഇടിക്കുവാൻ തക്കവണ്ണം ആത്മാവിൻ്റെ ബലമുള്ളത്. ആത്മാവിൽ ഒന്ന് ആരാധിക്കുമ്പോൾ എതിരായി നിൽക്കുന്ന വാഴ്ചകൾ, അധികാരങ്ങളെ, വെല്ലുവിളികളെ, ഈ ലോകത്തിലെ അന്ധകാര ശക്തികളെ ജയിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. ഞാൻ കാണുന്നു ചില ജീവിതങ്ങളുടെ അഭിവൃദ്ധിക്ക് വിരോധമായി, ചിലരെ അടിമപ്പെടുത്തുവാൻ, ചിലരെ തകർക്കുവാൻ ശത്രു പണിത മതിലുകൾ ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഇടിഞ്ഞു വീഴുകയാണ്. ഹല്ലേലൂയ. അത് തകരട്ടെ. ശത്രുവിൻ്റെ ആധിപത്യങ്ങളെ കർത്താവ് തകർക്കട്ടെ. രണ്ടാമതായി, മനുഷ്യൻ പണിയുന്ന മതില്.
എന്തിനാ മനുഷ്യൻ മതിൽ പണിയുന്നത്? അവൻ എഫെസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അവൻ നമ്മുടെ സമാധാനം, അവൻ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, ഇരുപക്ഷത്തെയും ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി, വേർപാടിന്റെ മതില്, വിദ്വേഷത്തിന്റെ മതില്, കയ്പിന്റെ മതില് കർത്താവ് ഇടിച്ചു കടഞ്ഞു. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതങ്ങളെ തകർക്കുന്ന സംശയമെന്ന മതില്, സഹോദരങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന അവൻ പക്ഷപാതമെന്ന മതില്, അവൻ വേറുപാടിൻ്റെ മതില്. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ മക്കളാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ മക്കളുടെ നടുവിൽ, സഭയുടെ അകത്ത്, കുടുംബങ്ങളുടെ അകത്ത് അതിനെ തകർക്കുവാൻ ശത്രു പണിയുന്ന ഒരു മതിലാണ് ആമേൻ വേറുപാടിൻ്റെ മതില്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ മതില് ശത്രു പുറമേ പണിയുന്നു. രണ്ടാമത്തെ മതില് അകത്തളങ്ങളിൽ പണിയുന്നു. വീട്ടിൻ്റെ അകത്ത്, കുടുംബജീവിതത്തിൻ്റെ അകത്ത്, ബന്ധങ്ങളുടെ അകത്ത്, സഭകളുടെ അകത്ത് നല്ല സന്തോഷമായി കുടുംബജീവിതം ആരംഭിച്ച ഭാര്യയും ഭർത്താവ് പിണങ്ങി പിരിയുന്നു. കാരണം എന്താണ്? ആരോ ഇട്ട വിഷത്തിൻ്റെ വിത്ത് അത് ഒരു മതിലായി പണിയപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പനും അമ്മയും മക്കളുമായി സ്നേഹത്തോടു കൂടി ഇരുന്ന കുടുംബം തകർക്കപ്പെട്ടു പോയി. നല്ല സ്നേഹബന്ധത്തിൽ ജീവിച്ച കുടുംബങ്ങൾ തകർക്കപ്പെട്ടു പോയി. സഭയ്ക്കകത്ത് ഒരുമിച്ച് ഐക്യതയോടുകൂടെ നിന്നവർ ഇന്ന് രണ്ട് പക്ഷക്കാരായി മാറി. ചിലർ പറയുന്നു ഞാൻ അപ്പൊല്ലോസിൻ്റെ പക്ഷം, ചിലർ പറയുന്നു ഞാൻ ബർന്നബാസിൻ്റെ പക്ഷം, ചിലർ പറയുന്നു പൗലോസിൻ്റെ പക്ഷം, ചിലർ പറയുന്നു ഞാൻ പത്രോസിൻ്റെ പക്ഷം, ചിലർ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരായി. ഇതിൻ്റെ കാരണം എന്താണ്? എവിടെയോ ചില മതിലുകൾ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാം ഹല്ലേലൂയ നെൽപ്പാടങ്ങളെ നോക്കിയാൽ അതിന് അതിരുകൾ വയ്ക്കും, മതിലുകളല്ല അതിരുകൾ വെച്ച്. എന്താ ഇത് എനിക്കുള്ളത്, ഇത് നിനക്കുള്ളത് എന്ന് വേർതിരിച്ച് കാണിക്കുവാൻ. എന്നാൽ നല്ല മഴക്കാലമാകുമ്പോൾ മഴ പെയ്താൽ അതെല്ലാം വെള്ളം കൊണ്ട് നിറയപ്പെടും. വേർപാടുകളെല്ലാം തകർക്കപ്പെട്ടിട്ട് ആ വെള്ളം അതിൻ്റെ മേൽ വെളിപ്പെടും. ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നദി നമ്മുടെ ജീവിതത്തിൽ ഒഴുകി തുടങ്ങിയാൽ ഹല്ലേലൂയ വേർപാടുന്ന മതിലുകളെ തകർത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ആമേൻ, നമുക്കകത്ത് വേർപാട് കൊണ്ടുവരുവാനല്ല. പലരും പല കുടുംബത്തിൽ ജനിച്ചവരാണ്, പല മാതാപിതാക്കളിൽ ജനിച്ചവരാണ്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടപ്പോൾ നമ്മെ വിലയ്ക്ക് വാങ്ങിയ ഒരേ രക്തം, നമുക്ക് വേണ്ടി ക്രൂസിൽ തറയ്ക്കപ്പെട്ട ഒരേ രക്ഷകൻ, നമ്മുടെ കരങ്ങളിൽ വയ്ച്ചിരിക്കുന്ന ഒരേ വേദപുസ്തകം, ഒരേ ദൈവം, ഒരേ ഉപദേശം, ഒരേ സത്യം, ഒരേ വചനം, ഒരേ രക്തം. ഈ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ അകത്ത് വിദ്വേഷം, പക, കയ്പ് ഒന്നും വേണ്ട, സംശയങ്ങൾ വേണ്ട. നാം ഒരേ അപ്പത്തിൻ്റെ അംശികളായി ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരായി തീരണം. മനുഷ്യൻ പണിയുന്ന മതിൽ ദൈവത്തിന് ശത്രുത്വമുണ്ടാക്കുവാൻ, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കടയുവാൻ. പ്രിയപ്പെട്ടവരെ, ആ മതിലുകൾ തകരട്ടെ. ശത്രു പണിത മതിലുകൾ തകരട്ടെ. മൂന്നാമത്തെ മതിലാണ് ദൈവം നമുക്ക് വേണ്ടി പണിയുന്ന മതിൽ. നമ്മുടെ കർത്താവിനെക്കുറിച്ച് ദൈവവചനം എന്താണ് പറയുന്നത്? അവൻ അഗ്നി തൂണായി വെളിപ്പെട്ടു. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ യാത്ര പുറപ്പെട്ടപ്പോൾ, പുറപ്പാട് 13:21-22, അവരുടെ മുൻപും പിൻപും ദൈവം അഗ്നി തൂണായി, മേഘത്തിൻ്റെ തൂണായി വെളിപ്പെട്ടു. വെളിപ്പാട് പുസ്തകം 1:14, അവൻ്റെ കണ്ണുകൾ അഗ്നിമയമായത്, അവൻ്റെ കണ്ണിൽ നിന്ന് തീ വെളിപ്പെടുകയാണ്. ഇപ്പോൾ ഹല്ലേലൂയ മോശ അവൻ മരുഭൂമിയിൽ യാത്ര ചെയ്തു വന്നപ്പോൾ, ഹോരേപ്പിൽ വന്നപ്പോൾ മുൾപ്പടപ്പ് കത്തി ജ്വലിക്കുകയാണ്. ദൈവം തീയിൽ പ്രത്യക്ഷമായവൻ. ഈ തീയെ കെടുത്തുവാൻ മാനുഷിക ശക്തിക്ക് കഴിയത്തില്ല. മനുഷ്യൻ നെബൂഖദ്നേസർ 7 ഇരട്ടിയായി തീയുടെ ശക്തി വർദ്ധിപ്പിച്ചിട്ട് അതിൽ ശദ്രക്കിനെയും മേശക്കിനെയും ആബേദ്നെഗോയെയും വലിച്ചെറിഞ്ഞപ്പോൾ നാലാമനായി കർത്താവ് വെളിപ്പെട്ടു. ആ തീക്ക് ദൈവത്തെ, ആ സാന്നിധ്യത്തെ കെടുത്തിക്കളയുവാൻ കഴിയത്തില്ല. ഈ പകൽക്കാലം സക്കറിയ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ദൂത് 2:5, ഞാൻ അവരെ ചുറ്റിലും അഗ്നിമതിലായിരിക്കും.
തീ കൊണ്ട് മതിൽ പണിയും. ഈ തീയുടെ മതിലിൻ്റെ പ്രത്യേകത എന്താണ്? അത് രക്ഷ നൽകുന്ന മതിൽ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26:1, 60:18 നാം വായിച്ചാൽ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്ക് ദൈവം നൽകുന്ന മതിലിൻ്റെ പേരാണ് രക്ഷ. ഈ മതിൽ ആർക്ക് ലഭിക്കും? മാനസാന്തരപ്പെട്ടവർക്ക്, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവർക്ക്, പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചവർക്ക്, ദൈവ വചനം അനുസരിക്കുന്നവർ, രക്ഷിക്കപ്പെട്ടവരെ ചുറ്റി ഒരു മതിൽ ദൈവം പണിതിരിക്കുകയാണ്. ആ മതിലിൻ്റെ പേരാണ് രക്ഷ എന്ന മതിൽ. പ്രിയപ്പെട്ടവരെ, തകർന്ന മതിൽ പണിയുന്നവരായി നാം തീരണം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ എവിടെയെങ്കിലും മതിൽ തകർന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സഭയിൽ മതിൽ തകർന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ദേശത്തിൽ മതിൽ തകർന്നിട്ടുണ്ടെങ്കിൽ, ഇടിവിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായി തീരണം. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 51-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാമത്തെ വാക്യം. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. ദൈവമേ, നിന്റെ പ്രസാദം പ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. എന്ത് മനോഹരമായ പ്രാർത്ഥനയാണ്! യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. പ്രിയപ്പെട്ടവരൊന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ തലമുറയുടെ മതിലുകളെ പണിയണമേ. എൻ്റെ കുടുംബത്തിൻ്റെ മതിലുകളെ പണിയണമേ. എൻ്റെ ബിസിനസ്സിൻ്റെ മതിലുകളെ പണിയണമേ. ഞങ്ങളുടെ സഭയുടെ മതിലുകളെ പണിയണമേ. ഞങ്ങൾ പാർക്കുന്ന ഈ പട്ടണത്തിൻ്റെ മതിലുകളെ പണിയണമേ. ദുഷ്ടൻ ഇനി വഴിയായി വരത്തില്ല എന്ന് പറയത്തക്ക നിലത്തിൽ, ആമേൻ, ഹല്ലേലൂയ, വാത നിന്റെ കൂടാരത്തെ അണുകത്തില്ല. ഒരു ദോഷവും നിനക്ക് തട്ടാതെ വണ്ണം ദൈവം നിന്നെ പരിപാലിക്കും. 127-ാം സങ്കീർത്തനം 2-ാം വാക്യം. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വെറുതെ അധ്വാനിക്കുന്നു, ജാഗരിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:16 കർത്താവ് ഇപ്രകാരം പറയുന്നു. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഉള്ളം കയ്യിൽ തീ കൊണ്ട് മതിൽ ദൈവം പണിയുന്നത് എന്തിനാ? നമ്മെ ഉള്ളം കൈകളിൽ ദൈവം വഹിച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുൻപിൽ നിൽക്കുന്നു. അതായത് ഐ ആം വാച്ചിങ് ഓവർ യു, ഐ ആം വാച്ചിങ് ഓവർ യുവർ ഫാമിലി, ഐ ആം വാച്ചിങ് ഓവർ യുവർ സ്പിരിച്വൽ ലൈഫ്. നിന്റെ ആത്മീക ജീവിതത്തെ, നിന്റെ കുടുംബത്തെ, നിന്റെ എല്ലാ മേഖലകളെയും ഞാൻ എപ്പോഴും ശ്രദ്ധിച്ച് കാണുകയാണ്. നിന്റെ മേൽ ദൃഷ്ടി ഞാൻ വച്ചിരിക്കുന്നു. ഒരു ശത്രുവിൻ്റെ ആധിപത്യത്തിന് മഹത്ത് വരുവാൻ കഴിയാതെ വണ്ണം ഇന്ന് നമ്മുടെ വീടുകൾക്ക് കാവലായി CCTV വെച്ചേക്കാണ്, ക്യാമറകൾ പിടിപ്പിച്ചിരിക്കുകയാണ്. ക്യാമറ വെച്ചിട്ട് വിദേശത്തിരുന്ന് കാണാൻ പറ്റും. എന്നാൽ പലപ്പോഴും ആ ക്യാമറകളെ അടിച്ചു മാറ്റിക്കൊണ്ട് കള്ളൻ പോകുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കരങ്ങളിൽ വരച്ചു വച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും നിന്റെ മുൻപിൽ, എൻ്റെ മുൻപിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാ 54:12 കർത്താവ് പ്രകാരം പറയുന്നു. ഞാൻ നിന്റെ താഴിക കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ആമേൻ മതിലുകളെ, നിന്റെ ആമേൻ താഴ്പാളുകളെ ഞാൻ പത്മരാഗം കൊണ്ടും, നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും, നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും, നിന്റെ അറ്റങ്ങളെയൊക്കെ മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും. അറ്റങ്ങളെയൊക്കെയും മനോഹരമായ, അതായത് നമ്മുടെ മതില് മനോഹരമായി ദൈവം മാറ്റുകയാണ്. ഒരു അന്ധകാര ശക്തിക്കും അകത്ത് കടന്നു വരുവാൻ കഴിയാത്ത വണ്ണം ദൈവം നമ്മെ പണിയും. യെശയ്യാ 62 ആമേൻ 6 നാം വായിച്ചാൽ, യെശയ്യാ 62:6. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ, ഞാൻ നിന്റെ മതിലുകളുടെ മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവും പകലും ഒരിക്കലും മിണ്ടാതിരിക്കത്തില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. പ്രിയപ്പെട്ടവരെ, യെരിഹോ മതിലിൽ പാർത്തത് വേശ്യ പ്രവർത്തി ചെയ്തുകൊണ്ടിരുന്ന ഒരു രാഹാബാണ്. ആമേൻ. ചില മതിലുകളുടെ മേൽ ആമേൻ അശുദ്ധിയും, ചില മതിലുകളുടെ മേൽ പാപവും നിറഞ്ഞിരിക്കുമ്പോൾ ദൈവം പണിയുന്ന മതിലിൻ്റെ മേൽ രാത്രിയും പകലും പ്രാർത്ഥിക്കുന്ന ഒരു സൈന്യം, ഇടിവിൽ നിൽക്കുന്ന ഒരു സൈന്യം എഴുന്നേൽക്കും. അതേ പ്രിയപ്പെട്ടവരെ, രാത്രിയും പകലും കാവൽ കാൽക്കുന്ന ജാമക്കാരനായി, അതേ കാവൽക്കാരായി, ജാഗരിക്കുന്നവരായി, പ്രാർത്ഥിക്കുന്നവരായി നാം ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് പറയുന്നത്? സഖരിയാവിൻ്റെ പുസ്തകം 2:5 ഞാൻ നിനക്ക് ചുറ്റിലും
തീ മതിലായിരിക്കും. നിന്റെ മഹത്തളങ്ങളിൽ എൻ്റെ മഹത്വം വെളിപ്പെടും. ഇതിൻ്റെ കാതലായ കാരണം എന്താണ്? ദൈവം എന്തുകൊണ്ടാണ് യെരൂശലേമിലെ പണിയുമെന്ന് പറയുന്നത്? യെരൂശലേമിന് ചുറ്റിലും ദൈവം തൻ്റെ തീ മതിൽ വെളിപ്പെടുത്തുവാൻ കാരണം എന്താണ്? അത് എന്താ ദൈവം ചെയ്യുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സഖറിയാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ നാം വായിച്ചാൽ, എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞത്, സഖറിയാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ, ആകയാൽ നീ അവരോട് പറയേണ്ടത്, നീ പറയേണ്ടത്, അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, സൈന്യങ്ങളുടെ ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എങ്കിലേക്ക് തിരുവിൻ എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. തിരുവിൻ. പ്രിയപ്പെട്ടവരെ, മതിൽ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണമേ, മതിൽ ഇടിഞ്ഞു കിടക്കുന്ന കുടുംബമേ, മതിൽ തകർന്നു കിടക്കുന്ന ബിസിനസ്സിൽ ആമേൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ, ഏത് മേഖലയിൽപ്പെട്ടവരായാലും നമ്മുടെ മതിൽ പണിയപ്പെടണമെങ്കിൽ നാം ദൈവത്തോട് തിരിയണം. എങ്കിലേക്ക് തിരുവിൻ, ഞാൻ നിങ്ങളോട് തിരുവിൻ. 4-ാം വാക്യം, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയിത്തീരരുത്, നിങ്ങൾ നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരെ പോലെ എന്നോട് മത്സരികൾ ആകരുത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവർത്തികളെയും വിട്ടുതിരിവിൻ. ദൈവസതിയിലേക്ക് തിരിഞ്ഞു വരുന്നവരുടെ മതിലുകളെ ദൈവം പണിയും. തീ മതിലായിരിക്കും. എന്താ കാരണം എന്നറിയാവോ? യെരൂശലേമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. 3 വാക്യം കൂടെ ഞാൻ വായിക്കാം. 1:14. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞത്, നീ പ്രസംഗിച്ച് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ യെരൂശലേമിനും സിയോനും വേണ്ടി മഹാതീക്ഷ്ണതയോടെ തിരിയുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കുറിച്ച് ദൈവത്തിനൊരു തീക്ഷ്ണത ഉണ്ട്. 2 അവൻ 1:16, അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ കരുണയോടെ യെരൂശലേമിനെ യെരൂശലേമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. കാരണം ഞാൻ അവളെ വീണ്ടും പണിയും. 3 ഹല്ലേലൂയ 1:17, നീ ഇനിയും പ്രസംഗിച്ച് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കും. അതെ, തകർന്നു പോയ ജീവിതത്തെ, തകർന്നു പോയത് കണ്ണുനീര് കാണുവാൻ കഴിയാത്ത ഒരു ദൈവമല്ല, വീണ്ടും അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ ശത്രു പണിത മതിലുകൾ തകരുവാൻ വിശ്വാസത്തോട് ദൈവത്തെ ആരാധിക്കുക, പ്രാർത്ഥിക്കുക. ആ മതിലുകൾ ഇടിയും. 2 വേർപാടിൻ്റെ മതിലുകളെ ശത്രുവും മനുഷ്യരും പണിയുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം അതിൻ്റെ മേൽ ഇറങ്ങുമ്പോൾ, ദൈവം ആ വേർപാടിൻ്റെ മതിലെ തകർത്ത് കടഞ്ഞ് ദൈവത്തോട് ഉള്ള ശത്രുത്വത്തെ മാറ്റി നമ്മെ സമാധാനത്തിലേക്ക് കൊണ്ടുവരും. 3 പ്രാർത്ഥിക്കുന്ന ജനത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ദൈവം നമുക്ക് വേണ്ടി ഒരു മതിൽ പണിയും. ആ തീ മതിലാണ്. ആ തീ മതിൽ പണിയപ്പെടുമ്പോൾ ഒരു അന്ധകാര ശക്തിക്ക് നമ്മെ തൊടുവാൻ കഴിയത്തില്ല. ഒരു യുദ്ധം, ഒരു പ്രതികൂലം, ഒരു ക്ഷാമം, ഒരു രോഗം, ഒരു ഹല്ലേലൂയ സ്വത്രം ആമേൻ ഹല്ലേലൂയ ദുർവ്യാധി ഒന്നും നമ്മെ തൊടുവാൻ കഴിയാതെ വണ്ണം നമുക്ക് ചുറ്റും ദൈവം തീ മതിലായിരുന്ന് കാക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാമോ? ഞങ്ങളെ ചുറ്റിലും കർത്താവേ, അങ്ങ് അഗ്നി മതിലായി വെളിപ്പെടണം. ഞങ്ങളുടെ കുടുംബത്തിനെതിരെ, ഞങ്ങളുടെ തലമുറകൾക്കെതിരെ ശത്രു പണിത യെരിഹോ പോലെ ഉള്ള മതിലുകളെ കർത്താവ് തകർത്ത് ജയം തരണമേ. ക്രിസ്തുവിലെല്ലായ്പ്പോഴും നമുക്ക് ജയമുണ്ട്, പരാജയമല്ല. ശക്തരാകുക, എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക. സ്നേഹവാനായ ദൈവമേ, കേൾക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ദൂതിൻ്റെ മുൻപായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ ശബ്ദം കേട്ട ഓരോ കുടുംബങ്ങളിലുമുള്ള തടസ്സങ്ങളെ ദൈവം മാറ്റണം. മരണ യോർദാൻ പോലെ മുൻപ് നിൽക്കുന്ന, യെരിഹോ പോലെ നിൽക്കുന്ന ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. വെല്ലുവിളികൾ മാറട്ടെ. കുടുംബജീവിതത്തെ തകർത്ത സംശയമെന്ന രോഗം, കുടുംബജീവിതത്തെ തകർത്ത കയ്പുകൾ, പക എന്ന് പറയുന്ന മതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ പൊടിയട്ടെ.
കഥാവ് യോബിനെയും അവൻ്റെ കുടുംബത്തെയും കാത്തതുപോലെ തീമതിൽ കൊണ്ട് ദൈവം ഞങ്ങളെ ചുറ്റി പരിപാലിക്കും. അനർത്ഥം വിഷന്നത്തിന് ഏതുവായി തീരാതവണ്ണം കണ്ണിനെ കണ്ണിതിനും കാലിനെ ഇടർച്ചയ്ക്കും പ്രാണനെ മരണത്തിനും ഏൽപ്പിക്കാതെ ദൈവം കാക്കണം. ഈ 3-ാം മാസം എല്ലാ കുടുംബങ്ങൾക്കും അനുഗ്രഹമായി തീരട്ടെ. എല്ലാ വ്യാപാരികൾക്കും അനുഗ്രഹമായി തീരട്ടെ. വിദ്യാർത്ഥികൾക്ക് അനുഗ്രഹമായി തീരട്ടെ. മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീരട്ടെ. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കും. എല്ലാ നന്മകളാണ് നടക്കുന്നത്. കൂടെ ഇരിക്കും, അത്ഭുതം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം നല്ല പിതാവേ. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം മുഖാന്തരം താങ്കൾക്കുണ്ടായ അനുഭവം, നന്മ, സാക്ഷ്യങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ മറക്കണ്ട. ഗാഡ് ബ്ലെസ് യു. ആമേൻ.